ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും. കാരണം വെറുതെ ഇരിക്കുന്ന സമയത്തും നിങ്ങളുടെ തലച്ചോറിന് ചെറുതായിട്ടൊരു ഡോപ്പമിൻ്റെ കുളിര് നൽകാൻ സാധിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഞാനപ്പോൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കുളിര് എല്ലാവർക്കും ഒരേപോലെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കൂടുതൽ സമയം കളയാതെ ഞാനപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് എന്തായാലും ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഹോം പേജിൽ നടുക്കൊരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. ആ പ്ലസ് ബട്ടൺ ഒന്ന് നിൽക്കുക. അത് നിൽക്കിയിട്ട് റെക്കോർഡ് ചെയ്യുക ഒരു 5 സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് ഓഫാക്കുക. അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ നിങ്ങളുടെ ചാനലിൽ കയറിയിട്ട് ഇതിന് വ്യൂ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ വ്യൂ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോപ്പമിൻ്റെ ഇതെന്തായാലും കിട്ടും, കുളിരി. ഇത് ചെയ്യാനായിട്ട് ഒരു ചിലവുമില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും ഗുണം. പിന്നെ ഇത് ചെയ്യാത്തവർക്ക് ഇത് അറിയില്ല ഇത് എങ്ങനെയാണെന്ന്. ഇതൊന്ന് ചെയ്ത് നോക്കിയാലാണ് ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ തുടങ്ങിയ ഒരാളാണ്. വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്ത് എൻ്റെ ക്യാമറയിൽ എനിക്കന്ന് ഇച്ചിരി അത്യാവശ്യം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്നങ്ങനെ വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിലിട്ട്. അപ്പോൾ കുറച്ച് വ്യൂ എന്തോ കയറി. അപ്പോൾ അന്നാണ് എനിക്കിങ്ങനെ തോന്നിയത്. അതിന് മുമ്പേ ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇത് തുടങ്ങണമെന്നൊക്കെ ഉണ്ട്. എന്നാലും ആ വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇട്ട ദിവസമാണ് എനിക്ക് ശരിക്കും പിന്നെ മനസ്സിലായി തുടങ്ങിയത്. പിന്നെ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് പിന്നെ അതെല്ലാം എൻ്റെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. എൻ്റെ ഏറ്റവും ആദ്യത്തെ ഷോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തായിരിക്കുമെന്ന്. വേറൊന്നും കാണണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ എനിക്കധികം വ്യൂവേഴ്സൊന്നുമില്ല. ഞാനിപ്പോൾ അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഞാൻ അന്ന് അങ്ങനത്തെ ഒരു റെക്കോർഡ് ബട്ടൺ നെക്കിയിലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇന്ന് ഈ വീഡിയോ പോലും ചെയ്യാനുള്ള ഒരിത് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അതിന് മുമ്പ് കുറേ ചിന്തിച്ചിട്ടുണ്ട്, ചെയ്യണം വീഡിയോ ചെയ്യണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത് അങ്ങനെ ചെയ്തപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ. ഇപ്പം എനിക്കധികം റീച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ അഭിനയിച്ചൊക്കെ സംസാരിച്ചത്. ഞാൻ ഒറിജിനലായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. കുറേയൊക്കെ ഞാൻ നേരത്തെ ഒന്ന് ഇതാക്കി നോക്കി. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഇപ്പം നേരത്തെ പറയാനുള്ള ആ ഒരു ഇത് എഴുതി വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ എന്ത് അപ്ഡേഷനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ എനിക്ക് കൈ വേദന എടുക്കും. ഞാൻ ഈ ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ കൈ നല്ല രീതിയിൽ വേദന എടുക്കും. കാരണം ഇത് താഴെ ചാടിപ്പോകും. കാരണം ഇത് എവിടെയും വയ്ക്കാനുള്ളൊരു സ്ഥലം എനിക്കില്ല. ഇതിന് 2 കൈയും ഇട്ട് എനിക്കൊന്ന് വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള സെറ്റപ്പ് ഇനി അടുത്ത് കുറച്ച് ഇനിയിപ്പോൾ ഒന്ന് ചെയ്യണം. ഇപ്പോൾ ഇത്രയായില്ലേ, ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോയിലല്ല, ഇന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു റെക്കോർഡ് ബട്ടൺ നെക്കിയതാണ്. എൻ്റെ മുഖം പോലും ഞാനന്ന് കാണിച്ചിട്ടുണ്ടായില്ല. അന്ന് ഞാൻ വെറുതെ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അന്നൊരു മഴയുണ്ടായിരുന്നു. എനിക്കത് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ എടുത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഇതിൽ ഒരു വളം വച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും അന്ന് നെക്കിയതാണ്. അല്ലെങ്കിൽ എല്ലാം ഒന്ന് സെറ്റാവട്ടെ അല്ലെങ്കിൽ അത് കിട്ടട്ടെ, വേറെ ഫോൺ കിട്ടട്ടെ, ഐഫോൺ കിട്ടട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഐഫോൺ കിട്ടിയില്ലെങ്കിൽ നല്ലൊരു ക്യാമറയുള്ള ഫോൺ എന്നാലും ഞാൻ വിചാരിച്ചത്. കാരണം ഐഫോണൊന്നും ഇപ്പോഴൊന്നും കിട്ടില്ല എന്നറിയാമല്ലോ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ ഞാൻ ഇതുവരെയായിട്ടൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. നല്ലൊരു കൺസോൾ അല്ലെങ്കിൽ PC അങ്ങനെ എന്തെങ്കിലും വാങ്ങാനാണ് എൻ്റെ ആഗ്രഹം.
അതൊക്കെ നടക്കുമായിരിക്കും, നടക്കാതിരിക്കുമായിരിക്കും. എന്തായാലും വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ആകെയുള്ളൊരു ലക്ഷ്യം, വേറൊന്നുമില്ല. അപ്പം ഇത്ര നേരം ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു, വളരെ നന്ദിയുണ്ട്. ഓക്കെ ബൈ.